സംസ്ഥാനത്ത് 10 വർഷത്തെ ഭരണത്തിനു ശേഷം കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി എന്നതും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ഇനി ടിസ്റ്റുകളുടെ കാലമാകുന്നു. അധികാരങ്ങൾക്കപ്പുറം ഇരു നേതാക്കൾക്കും ലഭിച്ചിരുന്ന ശമ്പളവും ആനുകൂല്യങ്ങളുമടക്കം ഇനി വെച്ചു മാറപ്പെടും. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുമെന്ന് നോക്കാം. ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് വെറും 2000 രൂപയാണ് അടിസ്ഥാന ശമ്പളം. എന്നാൽ ക്ഷാമബത്ത അതായത് DA ആയി 38,429 രൂപ മാസം ലഭിക്കും. മണ്ഡല അലവൻസ് ആയിട്ട് 40,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. യാത്രാ അലവൻസിനായി പിണറായി വിജയന് 17,000 രൂപയും ലഭിക്കും. ആകെ ഒരു മാസം പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളം 97,429 രൂപയാണ്. ഇതുകൂടാതെ പിണറായി വിജയന് സകുടുംബം പൂർണ്ണ ചികിത്സാ പരിരക്ഷയും ലഭിക്കും. വെഹിക്കിൾ അഡ്വാൻസിനായിട്ട് 10 ലക്ഷം രൂപയും ഹൗസ് അഡ്വാൻസ് ആയിട്ട് 20 ലക്ഷം രൂപ എന്നിങ്ങനെയുമാണ് ആനുകൂല്യങ്ങൾ. ഇതുകൂടാതെ പ്രതിപക്ഷ നേതാവിന് സ്വന്തമായി ഒരു ഔദ്യോഗിക വസതിയും കാറും പൈലറ്റ് വാഹനവും ലഭിക്കും. മുഖ്യമന്ത്രിയാകുമ്പോൾ വി.ഡി. സതീശന് പ്രതിമാസം അടിസ്ഥാന ശമ്പളവും അലവൻസുകളും ചേർത്ത് 1,85,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനു പുറമെ യാത്രക്കായി ഔദ്യോഗിക വാഹനവും അകമ്പടിക്കായി പൈലറ്റ് വാഹനങ്ങളും ലഭിക്കും. മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ട്രെയിൻ വിമാനയാത്രകൾക്ക് പ്രത്യേക യാത്രാ അലവൻസുകളും സൗകര്യങ്ങളുമുണ്ട്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പൂർണ്ണമായ സൗജന്യ ചികിത്സയാണ് ലഭിക്കുക. ഇനി 5 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രി കാലാവധി പൂർത്തിയാക്കിയാലും ആജീവനാന്തം പെൻഷനും ലഭിക്കുന്നതായിരിക്കും. താമസത്തിന് ക്ലിഫ് ഹൗസ് ആണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ട് ലഭിക്കുക. സർക്കാർ നൽകുന്ന ഈ ബംഗ്ലാവിന് 24 മണിക്കൂർ കർശനമായ സുരക്ഷയും ഉണ്ടായിരിക്കും.